അഭിമന്യു കൊലപാതക കേസിലെ കുറ്റപത്രം ഉൾപ്പെടെ നിർണായകമായ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായെങ്കിൽ എസ്എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കാര്യം കട്ടപ്പുക. അഭിമന്യു കൊലക്കേസിൽ വർഷങ്ങൾക്ക് പിന്നാലെ വിചാരണ തുടങ്ങാനിരിക്കവെയാണ് കോടതിയിൽ നിന്ന് വളരെ സുപ്രധാനമായ രേഖകൾ കാണാതാകുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ രൂക്ഷമായ വിമർശനം നടത്തുകയാണ് നടൻ ഹരീഷ് പേരടി. അദ്ദേഹം പറയുന്നത് അഭിമന്യുവിന് ഇതാണ് അവസ്ഥയെങ്കിൽ സിദ്ധാർത്ഥിന്റെ കാര്യം കട്ടപ്പുകയെന്നാണ്. ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: അഭിമന്യുവിന് ഇതാണ് അവസ്ഥയെങ്കിൽ സിദ്ധാർത്ഥിന്റെ കാര്യം കട്ടപ്പുക. തെരഞ്ഞെടുപ്പ്, വോട്ട്, രാഷ്ട്രീയം, അധികാരം. അതിനിടയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല രേഖകളും മുങ്ങുകയും പൊന്തുകയും ചെയ്യുന്നു. ജനാധിപത്യം കയ്യിൽ പുരളുന്ന വെറും മഷി മാത്രമാവുന്നു. ജീവൻ നഷ്ടപ്പെട്ടവനും അവന്റെ കുടുംബത്തിനും കുറെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും നഷ്ടമാകുന്നു. ദുരന്ത കേരളം. ഇതാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം അഭിമന്യു കൊലക്കേസിൽ വർഷങ്ങൾക്ക് പിന്നാലെ വിചാരണ തുടങ്ങാനിരിക്കവെയാണ് കോടതിയിൽ നിന്നും വളരെ സുപ്രധാനമായ രേഖകളൊക്കെ കാണാതാകുന്നത്. ഈ സംഭവം ഇപ്പോൾ പിണറായി സർക്കാരിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാണ്. കോടതിയിൽ നിന്നും ഈ രേഖകൾ കാണാതായ സംഭവം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവിടാതെ ഹൈക്കോടതി വിവരം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു സെക്ഷൻ കോടതി അറിയിച്ചതും. എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ നിന്നാണ് ഈ രേഖകൾ കാണാതായിരിക്കുന്നത്. ഇതിൽ കേസിൽ പോലീസ് അന്വേഷണത്തിനൊടുവിൽ സമർപ്പിച്ച കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. 3 മാസം മുൻപാണ് ഈ രേഖകൾ കാണാതാകുന്നത്. സംഭവത്തിൽ അന്വേഷണത്തിന് മുതിരാത്ത സെക്ഷൻ കോടതിയുടെ നീക്കങ്ങളടക്കം ഇപ്പോൾ ഇവിടെ വിമർശിക്കപ്പെടുകയാണ്. സുപ്രധാനമായ കേസിലെ രേഖകൾ നഷ്ടമായതിന്റെ ഗൗരവം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഈ രേഖകൾ വീണ്ടെടുക്കാൻ ജില്ലാ ജഡ്ജിക്ക് നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അഭിമന്യു കൊലക്കേസിൽ തുടക്കം മുതൽ തന്നെ സർക്കാരിനും പോലീസിനും ആത്മാർത്ഥതയില്ല എന്ന ആക്ഷേപവും ഇപ്പോൾ സജീവമാവുകയാണ്. മുഖ്യപ്രതിയെ പിടികൂടാനാകട്ടെ ഏറെ വൈകിയിരുന്നു. അഭിമന്യുവിനെ കുത്താൻ ഉപയോഗിച്ച ആയുധമാകട്ടെ ഇതുവരെയും കണ്ടെത്തിയിട്ടുമില്ല. കോടതിയിലും കേസ് വിചാരണ തുടങ്ങാതെ ഏറെ കാലമായി കെട്ടിക്കിടക്കുകയാണ്. രേഖകൾ കാണാതായ വാർത്ത ഞെട്ടിക്കുന്നതെന്നാണ് നിലവിൽ ഫേസ്ബുക്കിൽ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും അറിയിക്കുന്നത്. സംഭവം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നതും. കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകളാണ് ഇവിടെ കാണാതാകുന്നത്. ഇത് സംബന്ധിച്ച് വിവരം സെക്ഷൻ ജഡ്ജി ഡിസംബറിൽ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് 2018 ജൂലൈ 2 പുലർച്ചെ 12:45 അഭിമന്യുവിന് കുത്തേൽക്കുന്നത്. കൊല്ലപ്പെടുമ്പോൾ മഹാരാജാസിലെ 2ാം വർഷ രസതന്ത്ര വിദ്യാർത്ഥിയും എസ്എഫ്ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു അഭിമന്യു. കോളേജിൽ സംഘടിപ്പിച്ച പ്രവേശന ഉത്സവത്തിന് തലേ ദിവസമായിരുന്നു അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നത്. എസ്എഫ്ഐ ബുക്ക് ചെയ്ത മതിലിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ചുവരെഴുത്ത് നടത്തി. ഇതിനു മുകളിൽ അഭിമന്യു വർഗീയത തുലയട്ടെ എന്നെഴുതിയത് എതിരാളികളെ പ്രകോപിപ്പിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്യാനെത്തിയത് സംഘർഷത്തിൽ കലാശിച്ചു. പുറത്തുനിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആയുധങ്ങളുമായി ക്യാമ്പസിൽ എത്തിയെന്നാണ് ഈ കുറ്റപത്രത്തിലും പറയുന്നത്. നെട്ടൂർ മേക്കാട് സഹൽ ഹംസയാണ് അഭിമന്യുവിനെ കുത്തി വീഴ്ത്തിയത്. 2022 സെപ്റ്റംബറിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ നിരോധനത്തിന് കാരണമായ കുറ്റകൃത്യങ്ങളിൽ അഭിമന്യു കൊലക്കേസും ഉൾപ്പെട്ടിരുന്നു. കേസിൽ ആകെ 26 പ്രതികളും 125 സാക്ഷികളുമാണുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.